വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ചപ്പാത്തി, റൊട്ടി, നാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രുചിയിലുള്ള കാശ്മീരി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്ത് തന്നെ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സാധാരണഗതിയിൽ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുക കടുകെണ്ണ ഉപയോഗിച്ചിട്ടാണ്, അതായത് മസ്റ്റർഡ് ഓയിൽ. നമുക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര പിടിക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ അത് കാരണം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് മറുവശം കൂടി ഒന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ വറുക്കുന്നത് പോലെ ഒരുപാട് നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഹാഫായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും വറുത്തിട്ടൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം ഓയിലിലേക്ക് ഞാൻ 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള എത്രത്തോളം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ തൈരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നില്ല. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 തക്കാളി നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഈ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് ഒരുപാട് എരിവുണ്ടാവില്ല, എന്നാൽ നല്ല കളറും കിട്ടും ഈ ഒരു ഗ്രേവിക്ക്. ഇനി ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടെ നമ്മൾ ഏകദേശം മസാലകളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ചെറു തീയിൽ വെച്ചിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ തൈര് ചേർത്തിട്ടില്ല. അതിന് പകരമാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റെങ്കിലും നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഈ മസാലയോട് ചേർന്ന് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ ഗ്രേവിയൊക്കെ തിക്കായിട്ടൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതോടെ നമ്മുടെ ചിക്കൻ കറിയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ചിക്കൻ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് റൊട്ടി, നാൻ, ചപ്പാത്തി, അപ്പം, പറാത്ത, ജീര റൈസ്, ഗീ റൈസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.